ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അതായത് നമ്മുടെ ഗംഗാധരൻ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഗംഗാധരൻ വരണമെങ്കിൽ അതിൻ്റേതായ ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിലാണ് ഗംഗാധരൻ വരാറുള്ളൂ. അപ്പോൾ നമ്മുടെ മനു ചെല്ലണം. അപ്പം എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ചെറിയൊരു കുറച്ച് ഇതുള്ളത് കൊണ്ടാണ് മനു വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ എന്തെന്ന് ചോദിക്കും ഗംഗാധരൻ. ആ സമയത്ത് മനു പറയാൻ അച്ഛനിവിടെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഗംഗാധരൻ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ മനു എന്നിട്ട് ശിവശങ്കരനും ഗംഗാധരനും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ട പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇല്ലാണ്ട് വന്നതിന് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്താ ഗംഗേട്ടാന്ന് ചോദിക്കും. അപ്പം മനു ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അകത്തോട്ട് കയറുന്നില്ല. അപ്പം മനുവിന് മനസ്സിലാവുന്നുണ്ട് കാര്യം വല്യച്ഛൻ വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള എന്തോ കേസാണ് എന്നുള്ളത്. അപ്പോൾ ഗംഗാധരനും ശിവശങ്കരനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ എന്നെ കാണാനായിട്ട് നീലഗിരി വന്നിട്ടുണ്ടെന്ന് പറയും. ആര്, ബാലചന്ദ്രനോ എന്നിങ്ങനെ നമ്മുടെ ശിവശങ്കരൻ ചോദിക്കും. അതെ, വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? അപ്പം ഗംഗാധരൻ പറഞ്ഞു, വന്നിട്ട് എന്നോട് സംസാരിച്ചത് സ്റ്റാൻലിയെ കുറിച്ചാണ്. അതായത് സ്റ്റാൻലി എവിടെയാണെന്നും സ്റ്റാൻലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ഗംഗേട്ടൻ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവശങ്കരൻ ആകെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും ദൂരം തേടി ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയും തേടി ഗംഗാധരൻ്റെ അടുത്ത് എത്തണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നതെന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയും, ഇനിയിപ്പോൾ എന്താ ഗംഗേട്ടൻ നമ്മൾ ചെയ്യുക? എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സഡൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. ബാലചന്ദ്രൻ കരുതി കൂട്ടി തന്നെ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. അയാളുടെ സംസാരത്തിൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു എന്തിനാണിപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ചൊക്കെ തിരക്കുന്നത്. അപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, അലീന ആ വീട് വിട്ട് പോയാലേ വൈജയന്തി അങ്ങോട്ട് വരുള്ളൂ. അപ്പം വൈജയന്തി ഇങ്ങനെ നിൽക്കുന്നതാണ് അലീനയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവൾ തന്നെ സ്വമേധയാ തീരുമാനം എടുത്ത് അവൾ ഈ വീട് വിട്ട് പോവാണ് എന്നുള്ള തീരുമാനം. എനിക്ക് അങ്ങനെ അങ്ങ് അവളെ കൈയൊഴിഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ ഗംഗേട്ടനാണ് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവളെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശിക്കണേ എന്നുള്ളത് മനസ്സിലായി. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ ബാലചന്ദ്രൻ നമ്മുടെ ഗംഗാധരനെ തേടി അവിടെ എത്തിയെന്നിരിക്കട്ടെ, ഗംഗാധരൻ്റെ അടുത്ത് ബാലചന്ദ്രൻ സ്റ്റാൻലിയെ തേടി ഇപ്പം പുനലൂർക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാൻലിയുടെ അടുത്ത് അലീനയുടെ കാര്യം പറയും. അതുവഴി പിന്നെ വൈജയന്തിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗംഗേട്ടാന്ന് ശിവശങ്കരൻ ചോദിക്കുകയാണ്. അത് പ്രശ്നമാണ് ശിവ, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സഡൻ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഈ കാര്യം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിൻ്റെ കേസും അതുമാത്രമല്ല, ഇത്രയും നാളും നമ്മളെല്ലാവരും അവളോട് അത്രയും ഒരു ക്രൂരത ചെയ്തു എന്നുള്ളതോർത്ത് അതറിഞ്ഞുണ്ടാകുന്ന വൈജയന്തി നമ്മളോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിനൊരു തീരുമാനം കണ്ടെത്തണം എന്ന് പറയണം. അപ്പം ശിവശങ്കരൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഗംഗേട്ടാ ഞാൻ വൈജയന്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എടി നീ ഈ വാശി കാണിക്കണ്ട. ഇപ്പം അലീന അവിടെ നെടുമ്പുരയ്ക്കൽ നിന്നു എന്ന് വെച്ചിട്ട് നിനക്കോ നിൻ്റെ മക്കൾക്കോ നിൻ്റെ ഭർത്താവിനോ ദോഷമെന്ന് പറയണതുണ്ടോ? ആ കുട്ടി നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് നല്ലതല്ലേ അത് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അലീന അവിടെ നിന്ന് പോകുന്നതാണ് ഗംഗേട്ട ബാലചന്ദ്രൻ്റെ ഇത്രയും പ്രശ്നം. അലീന അവിടെ നിന്ന് എവളും ആ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അത് പ്രശ്നമില്ല ഗംഗേട്ട എന്ന് ശിവശങ്കരൻ പറയുകയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കണ്ടേ? ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ പറഞ്ഞ്
മനസ്സിലാക്കി. പക്ഷെ അവൾക്കുള്ള വാശി, അവൾ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നുള്ള വാശി, അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഇനി ആ വാശിയൊന്നും പറഞ്ഞ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നാലേ അവൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈജയന്തിയുടെ ജീവിതം നമുക്ക് പിടിച്ചാൽ പിന്നെ നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും ശിവ എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഗംഗേട്ടൻ തന്നെ അവളുമായിട്ടൊന്ന് സംസാരിക്കുക. എന്താണ് അവളുടെ നിലപാട്, ഇതിനൊരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ഗംഗേട്ടൻ തന്നെ സംസാരിക്കുന്ന പറയാം. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അത് തന്നെ ഇത്രയും വേഗം ഇങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നേന്ന് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മനുവിനെ കാണുന്നുണ്ട് ഗംഗാധരൻ. കണ്ട ശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനു ഇങ്ങനെ ബാലചന്ദ്രൻ അവിടെ വന്നിട്ടുണ്ടായി, പിന്നെ സ്റ്റാൻലിയെക്കുറിച്ച്, അലീനയുടെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു യാത്ര ബാലചന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത് ഗോവർദ്ധനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗോവർദ്ധന് ഈ കാര്യങ്ങളൊക്കെ അറിയോ ഇല്ലയോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ബാലചന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോവർദ്ധനെ മാറ്റി നിർത്തിയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സഡൻ ചെയ്യണം. കാരണം അലീന അവിടെ നിന്ന് ഇറങ്ങും എന്നുള്ളത് ബാലചന്ദ്രന്, അലീനെ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് ഇറക്കി വെറുതെ ഒരു ഇതിലോട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അയാൾ ആ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു. അപ്പം മനുവിനും ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ഏതാണ് അങ്കിൾ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ആ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ. അങ്ങനെ നമ്മുടെ മനു പെട്ടെന്ന് തന്നെ നമ്മുടെ അലീനെ വിളിക്കുകയാണ്. എൻ്റെ അലീനെ വിളിച്ചിട്ട് ഇങ്ങനെ ഗംഗാധരൻ അങ്കിൾ വന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം ബാലേന്ദ്രൻ അങ്കിൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് നീലഗിരിക്ക്. എന്നിട്ട് സ്റ്റാൻലി നിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയണം. ഇത് കേൾക്കണത് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ഒരു ഷോക്കാവുകയാണ്. അച്ഛൻ എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പോയി തിരക്കണത്? എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി മനുവേട്ടൻ ശരിയാക്കി തന്നാൽ മതി, ഞാൻ ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാൽ പോരെ. അലീനയ്ക്ക് അങ്ങനെ ഇത്രയും നാളും താൻ അറിയാത്തൊരച്ഛൻ എന്നുള്ളത് അലീനയ്ക്ക് കാണണമെന്നുണ്ടാകും. പക്ഷേ അലീനയ്ക്ക് ആ ഒരു ഇതിനോടൊരു താല്പര്യക്കുറവുണ്ട്. അച്ഛനായിട്ട് അലീന മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രനെയാണ്. അപ്പം അലീനയ്ക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അലീനയ്ക്കുണ്ട്. അപ്പോൾ അലീന മനുവിൻ്റെ അടുത്ത് ചോദിക്കും, മനുവേട്ടാ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, എടോ നമുക്ക് നോക്കാം, അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് കയറിപ്പോയാൽ പറ്റത്തില്ലല്ലോ, നമുക്ക് സേഫായിട്ട് നല്ലൊരു സ്ഥലത്ത് ഉള്ളൊരു ഇത് തന്നെ നമുക്ക് വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനും എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടില്ല. എന്നിട്ട് മനു കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഗംഗാധരനും ശിവശങ്കരനും കൂടെ നമ്മുടെ വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആരെയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ കണ്ടു കഴിയുമ്പോൾ വൈജയന്തി, ഓ ഇതാരാണ്, എൻ്റെ ആങ്ങളമാരെത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ അവരെ കൂടെ സംസാരിക്കുകയാണ്. അവിടെ നിന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി അവിടെ കുറേ നാൾ നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എന്നെ അവിടെ കൊണ്ടാക്കി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വന്നു. എന്നിട്ട് എന്തായി ഏതായി എന്തെങ്കിലും നിങ്ങളെ ഒന്ന് വിളിച്ചെങ്കിലും എന്നോട് തിരക്കുന്നുണ്ടോ? ആങ്ങളമാരുണ്ട് 3 എണ്ണം, എന്തിനു കൊള്ളാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ നടക്കുന്നു. ഗംഗേട്ടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കോള് ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് വൈജയന്തിയുടെ നിലപാട്, അങ്ങനെയാണെങ്കിൽ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വൈജയന്തിനെ അങ്ങോട്ട് വിളിച്ചൂടെ, എന്തെങ്കിലും ചോദിക്കാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി കുറേ പരാതികൾ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അലീന ആ വീട്ടിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വൈജയ്? നിൻ്റെ മക്കൾക്കോ നിനക്കോ നിൻ്റെ ഭർത്താവിനോ ആ കുട്ടി ആ വീട്ടിലെ ജോലികളോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ കുട്ടി കാരണം നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോഴേക്കും വൈജയന്തി ചോദിക്കും, അല്ല ഈ ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈ അലീന അവിടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ഇതെന്താണ്? ഇപ്പം ഇത്രയും നാൾ ബാലചന്ദ്രൻ പറഞ്ഞു വന്നത് എൻ്റെ അവിഹിത ബന്ധത്തിലുള്ള മകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മകളല്ല എന്ന ആറ്റിറ്റ്യൂഡാണ് വന്നിരിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ ഗംഗേട്ട, നിങ്ങളെ അടുത്ത് ചോദിച്ചോട്ടെ, ഈ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അലീന ആ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിൽക്കുന്നത്?
അപ്പോൾ ബാലചന്ദ്രനും അലീനയും തമ്മിൽ വേണ്ടാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഈ ബന്ധത്തിന് മകളാണ് എന്ന രീതിയിലാണ് ഇത്രയും നാളും അയാൾ ഒരു കഥ പറഞ്ഞുണ്ടാക്കി ബാക്കിയുള്ളവരെയൊക്കെ കബളിപ്പിച്ചത്. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വൈജയ്. കാരണം നീ ആരെക്കുറിച്ച് എന്താണ് പറയണത് എന്നുള്ളതിൻ്റെ യുക്തിബോധം നിനക്കില്ല. എൻ്റെ യുക്തിബോധത്തെക്കുറിച്ചൊന്നും ഗംഗേട്ടനും ശിവേട്ടനും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നിയത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതാട്ടെ, ഈ ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ ആരാ അലീന? ഒരു വീട്ടിൽ ഒരു പെൺകുട്ടീനെ എന്തിന് അവിടെ നിർത്തിയിരിക്കണോ? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞതാട്ടെ, ഗംഗാധരന് തുറന്നടിച്ചങ്ങോട്ട് പറയണമെന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അതെ നീ വലിയ ഇതൊന്നും കാണിക്കണ്ട, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നീ ഒന്ന് തികഞ്ഞ് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. എന്നെ അത് പറഞ്ഞ് ഗംഗേട്ടനും ശിവേട്ടനും അമ്മയെന്നും നിങ്ങളാരും എന്നെ അത് പറഞ്ഞെന്ന് നിങ്ങൾ ഹരാസ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ അവിഹിത ബന്ധം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടായിരുന്നോ? എനിക്ക് വേറൊരു വിവാഹം വേണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടായിരുന്നോ? എനിക്ക് വേണ്ട എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തന്നെയാണ് എന്നെ നിർബന്ധിച്ച് ബാലചന്ദ്രൻ്റെ തലയിലോട്ട് എന്നെ ആക്കിയത്. എനിക്ക് ഒരു വിവാഹ ജീവിതം വേണ്ട എന്നേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ജീവിതം നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശിവൻ ചോദിച്ചു, അല്ല അങ്ങനെ ഒരു ജീവിതം ഇപ്പം നിൻ്റെ തലയിൽ വന്നതുകൊണ്ട് നിനക്ക് മോശക്കേടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ടാവാൻ? എവിടെയോ കിടക്കണം അവൾ വന്ന് എൻ്റെ വീട്ടിൽ ഒരു ഹോം നേഴ്സായിട്ട് വന്നു. അതിനുശേഷം അവൾ അവിടുത്തെ വീട്ടുകാരിയായി, ഞാൻ വെളിയിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ 3 ആങ്ങളമാരെനിക്കുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തോ? അപ്പോഴേക്ക് ഗംഗാധരൻ പറഞ്ഞ്, ആദ്യം തന്നെ നീ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുക. എങ്ങനെയാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊന്നും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്ക് ആ അലീന എന്ന് പറയുന്ന പെൺകുട്ടി നിൽക്കുന്നത് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായെന്നുള്ളത് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതാ. ആ കുട്ടി നിന്നോട് ഒരു ദേഷ്യത്തിനോ ഒന്നിനും അത് വന്നിട്ടില്ല. പിന്നെ നീ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത് അവൾ പോകണം എന്നുള്ളത്? പക്ഷെ വൈജയ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നിൻ്റെ നാശത്തിനാണ്. അത് നീ ഓർത്തു വെച്ചാൽ നിനക്ക് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗംഗാധരനും ശിവശങ്കരനും പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രനൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിലപാടും കാര്യങ്ങളും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അലീന ബാലചന്ദ്രനോട് സംസാരിച്ചായിരുന്നു അച്ഛൻ എങ്ങോട്ടൊക്കെയാണ് പോയത് എന്നുള്ളതൊക്കെ. അപ്പം മനു വിളിച്ച സമയത്തും അലീന പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ കൊല്ലത്ത് വെച്ച് കണ്ടായിരുന്നു. അപ്പം മനു പറഞ്ഞു, കൊല്ലത്തോ? അപ്പം മനുവിന് എന്തായാലും ഉറപ്പായി ഇങ്ങനെ സ്റ്റാൻലിയെ തേടിയുള്ള ഒരു ഇതാണ് ഈ പോക്കെന്നുള്ളത് മനസ്സിലാവേണ്ടത്. പക്ഷെ അത് ഡയറക്റ്റ് അലീനയുടെ അടുത്ത് പറയുന്നില്ല. ജസ്റ്റ് മനു അത് മനസ്സിൽ പറയാണ്, അലീനയുടെ അച്ഛനെ തേടിയുള്ള ഒരു യാത്രയാണ്. കാരണം എന്ന് വെച്ചാൽ അത് അലീനയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അലീന അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. അലീനയുടെ അടുത്ത് പറയുന്നില്ല, മനു അത് മനസ്സിൽ ചിന്തിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല. കുറച്ച് ഹോസ്പിറ്റൽ കേസായിട്ട് എമർജൻസി ആയിട്ട് പോകേണ്ട കാര്യമൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി കൃത്യമായിട്ടിടും. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.